ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റു രാജ്യത്തെ ലീഗുകൾ പകുതിയായി. നമ്മളിപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയെ പറ്റിയും ക്ലബുകളുടെ പെർഫോമൻസിനെ പറ്റിയും സംസാരിക്കേണ്ട ഈ സമയത്ത് നമ്മുടെ രാജ്യത്തെ ലീഗ് എപ്പോൾ തുടങ്ങുമെന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക്, ആ ഗതികെട്ട അവസ്ഥയിലേക്ക് തള്ളിയിട്ടതിന്റെ കാരണം ചിലരുടെയൊക്കെ കെടുകാര്യസ്ഥത ഒന്നും കൊണ്ട് മാത്രമാണ്. ഒടുവിൽ 7-7.5 മാസങ്ങൾ നീണ്ട ട്വിസ്റ്റ് ആൻഡ് ടേൺസുകൾ നിന്ന റോളർ കോസ്റ്റർ യാത്രക്കൊടുവിൽ പ്രതീക്ഷയുടെ ഒരു നേരിയ വെട്ടം കാണുന്നു. ഒന്നുമില്ല, നമ്മുടെ AIFF-ന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. AIFF ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. പ്രപ്പോസൽ പറയുന്നത് ഇങ്ങനെയാണ്: 20 വർഷം നീണ്ട ഒരു ലോങ് ടേം ഒരു പ്രപ്പോസലാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് 70 കോടി, അതായത് ഈ പ്രൈസ് മണി ഉൾപ്പെടെ, ഇൻക്ലൂഡിങ് പ്രൈസ് മണി ഉൾപ്പെടെ 70 കോടി ബഡ്ജറ്റിലായിരിക്കും നടക്കുക. കൂടാതെ അതായത് ഒരു ക്ലബുകൾക്കെല്ലാം 50 കോടി രൂപ, 50 കോടി അല്ലേ, 50% ക്ലബുകൾക്ക് റവന്യൂ, സെൻട്രൽ റവന്യൂ ആയിട്ട് 50% ക്ലബുകൾക്ക് ലഭിക്കും. 10% AIFF-ന് കിട്ടുക. 10% അല്ലാതെ മറ്റ് ചെലവുകൾ, എക്സ്പെൻസുകളായിട്ട് പോകും. പിന്നെ അതിനുശേഷം 30% കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ലഭിക്കും. ഇതാണ് AIFF വെച്ചിരിക്കുന്ന ഒരു എഗ്രിമെന്റ്. റിലഗേഷൻ പ്രൊമോഷൻ പ്രോസസ്സുകൾ ഉണ്ടാകും. ഇതില് എല്ലാ സീസണിലും 1 കോടി രൂപ വീതം, 10% യൂത്ത് ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകും. ഇതിൽ 1 കോടി വീതം എല്ലാ വർഷവും ക്ലബുകള് ഈ നടത്തുന്ന ഒരു കൊമേഴ്ഷ്യൽ പാർട്ണർ അല്ലെങ്കിൽ ആരാണോ ഈ ലീഗ് ഓർഗനൈസ് ചെയ്യുന്നത് അവർക്ക് നൽകിയിരിക്കണം. അത് സെൻട്രൽ റവന്യൂ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ് AIFF പറയുന്നത്. ഇതൊക്കെ നടന്നാ കൊള്ളാം. ഇവരുടെയൊക്കെ വാക്കല്ലേ, പഴയ ചാക്കുകളുടെ വാക്ക് ഒരുപോലെയാണെന്ന് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള. ഇനി പിന്നെ അതിനുശേഷം ബലവർഷം കാണേണ്ട കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചിലതെല്ലാം നടന്നിട്ടുണ്ട്, ചിലതൊന്നും നടന്നിട്ടില്ല. അത് വേറെ കാര്യം. പിന്നെ ഒരു കാര്യം, ഒരു രണ്ട് ഫോർമാറ്റ് ക്ലബുകളുടെ മുന്നിലേക്ക് AIFF വെച്ചിട്ടുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റേൺ വെസ്റ്റേൺ കോൺഫറൻസ്, അതായത് നമ്മുടെ MLS, ഇപ്പൊ ലിയോ മെസ്സി കളിക്കുന്ന MLS-ന്റെ അവസ്ഥ അറിയാം. MLS-ന്റെ ഒരു സ്വഭാവം അറിയാമല്ലോ. ഈസ്റ്റേൺ കോൺഫറൻസ്, വെസ്റ്റേൺ കോൺഫറൻസ് എന്ന രീതി 2 സോണുകളായി തിരിച്ചിട്ടുണ്ട്. അതേ ഒരു സെറ്റപ്പില് ഇവിടെ അതൊരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിരിക്കും. അതുള്ള കാര്യം പറയാം, തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിരിക്കും. ഒരു സെൻട്രൽ ഒരു വെന്യൂ തിരഞ്ഞെടുത്ത്, ഗോവയോ വെസ്റ്റ് ബംഗാളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത് ടീമുകളെ തുല്യ രീതിയിൽ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ 14 ടീമുകളാണ്, 7 ടീമുകളായി ഡിവൈഡ് ചെയ്ത് 2 സ്റ്റേറ്റുകളിലായിട്ട് കളിപ്പിക്കാം. പിന്നെ അതിനുശേഷം അല്ലെങ്കിൽ പഴയ രീതി ഹോം ആൻഡ് അവേ ഫിക്സർ, ഇതിൽ ഏത് വേണമെന്ന് ക്ലബുകൾക്ക് തീരുമാനിക്കാം. അപ്പൊ ക്ലബുകൾ ഓൾമോസ്റ്റ് ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ ഒരു ഡേറ്റും കൂടെ പുറത്തു വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് നേരിയ വെട്ടമെന്ന്. ഫെബ്രുവരി 5-ാം തീയതിയാണ് ISL-ന്റെ കിക്ക് ഓഫ് എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാത്തു തന്നെ ഇരിക്കാം ഗൈസ്. ഞാൻ പറഞ്ഞതുപോലെ AIFF അവരുടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അറിയാം. നല്ല രീതിയിൽ തന്നെ അവർ പ്രവർത്തിക്കട്ടെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം എന്താണ് ഗൈസ് പറയാനുള്ളത്? വലിയൊരു അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയില്ല ഗൈസ്. അപ്പോൾ